മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണൻ മരിച്ചു എന്ന വിശ്വാസത്തിൽ മേഘനും കരുണയും ദുർഗയൊക്കെ മതിമറന്ന് സന്തോഷിക്കുന്നു. ആ സന്തോഷത്തിൻ്റെ കൂടെ നമ്മുടെ മഞ്ജുവിൻ്റെ കുഞ്ഞും കൂടി നഷ്ടമായ സന്തോഷത്തിലാണ് കരുണയും ദുർഗയും. അവളെ കണ്ട് ഒന്ന് സങ്കടം പ്രകടമാക്കാൻ വേണ്ടിയിട്ട് വാടക വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മുടെ മഹാലക്ഷ്മി ഉണ്ടല്ലോ, മഹാലക്ഷ്മിയുടെ മേളിൽ തട്ടിക്കയറാൻ പോകുന്നുണ്ട് ദുർഗാമ്മയും കരുണയും. ചികിടം പൊട്ടിച്ച് ഒന്ന് കൊടുക്കാനും ഇവളെ കണി കണ്ടാൽ പോലും കുഞ്ഞുങ്ങൾ നഷ്ടമാകും എന്നൊക്കെ ദുർഗ പറയുന്ന സമയത്ത് അങ്ങനെ അനാവശ്യമായി എന്തെങ്കിലും സംസാരിക്കാൻ വന്നാലോ ഉപദ്രവിക്കാൻ വന്നാലോ തിരിച്ചു കൊടുക്കണമെന്നാണ് എൻ്റെ ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്ന സമയത്ത് ദുർഗ മനസ്സിൽ വിചാരിക്കുന്നത്, ഏത് ചേട്ടനടി, ഇനി നിൻ്റെ ഭർത്താവ് ജീവനോടെ തിരികെ വരുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട, അവൻ്റെ ബോഡി പോലും കാണാൻ പറ്റുമെന്ന് നീ വിചാരിക്കുകയേ വേണ്ടെന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് നമ്മുടെ ദുർഗാമ്മയാണെങ്കിൽ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മോളെ എത്രയും പെട്ടെന്ന് കാണട്ടെ, കുഞ്ഞ് നഷ്ടമായതിൻ്റെ പേര് ചങ്ക് പൊട്ടി കരയുമായിരിക്കും എൻ്റെ മോള് എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും മഞ്ജു ആണെങ്കിൽ ചുമ്മാ അവരുടെ മുമ്പിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരണ്ട, അത് മഹാലക്ഷ്മിയോടൊപ്പം വന്നതുകൊണ്ടാണ് നിൻ്റെ കുഞ്ഞ് നഷ്ടമായി എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ കമലേശ്വരം വീട്ടിലേക്ക് വന്നതിൻ്റെ പേരിനാണോ എൻ്റെ കുഞ്ഞ് നഷ്ടമായോന്നാ എനിക്കിപ്പോൾ സംശയമെന്ന് മഞ്ജു പറയുമ്പം, ഇവളിങ്ങനല്ലേ പറയുള്ളൂ, ഇവളെ ഇങ്ങനല്ലേ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചേക്കുന്നതെന്ന് കരുണ പറയുമ്പോൾ, എന്നെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, ഞാൻ കൊച്ചുകുട്ടിയല്ലെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇവളോട് അധികം സംസാരിക്കേണ്ട, ഇവൾ വിഷമത്തിലാണ്, അതുകൊണ്ട് എന്ത് വേണമെങ്കിലും സംസാരിക്കാമെന്ന് കരുണ പറഞ്ഞ് വിഷയം മാറ്റുന്നുണ്ട്. എന്നിട്ട് പുറത്ത് വന്നിട്ട് ദുർഗാമ്മയോട് പറയുന്നു, ഇപ്പോഴും അവളുടെ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല ആ മഹാലക്ഷ്മിയുടെ. അവളുടെ ഭർത്താവ് നഷ്ടമായതിൻ്റെ പേര് ആ ബോഡിയിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന മഹാലക്ഷ്മിയെ കാണാനാണ് എനിക്ക് ആഗ്രഹമെന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട്, അധികം താമസിക്കാതെ 2-3 ദിവസത്തിനകം മോളുടെ ആഗ്രഹം നിറവേറ്റാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുന്നു. അതേസമയമാണെങ്കിൽ മുത്തശ്ശിയും പ്രതാപനും കണ്ണൻ മരിച്ചതിൻ്റെ പേരിൽ സന്തോഷിക്കുകയാണ്. മോഹിനിയമ്മയെ കൊണ്ട് തന്നെ പായസം ഉണ്ടാക്കിക്കുന്നുണ്ട്. കണ്ണനോട് അയ്യപ്പസ്വാമിക്ക് എന്തോ വിരോധമുണ്ടെന്നും അതുകൊണ്ടാണ് മണ്ഡലമാസത്തിൽ കണ്ണൻ ഇങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്, പണ്ടൊരിക്കൽ അവൻ്റെ അച്ഛൻ മരിച്ചതും അവൻ വീൽ ചെയറിലാവാൻ കാരണവും മണ്ഡലമാസം അല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്തോ ഒരു അനിഷ്ടം അവ അയ്യപ്പസ്വാമിയോട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുന്നു. സത്യങ്ങളെല്ലാം മനസ്സിലായ മോഹിനിയമ്മയാണെങ്കിൽ അവസാന സന്തോഷിക്കട്ടെ എന്നുള്ളൊരു പേര് പായസമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതേസമയം മേഘനാണെങ്കിൽ കമലേശ്വരം വീട്ടിലേക്ക് വരുന്നുണ്ട്. ഡോറൊക്കെ തുറന്നു കൊടുക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ കരുണയാണ്. സത്യം പറഞ്ഞാൽ കണ്ണനെയും മാർക്കോയെയും കൊന്നതിൻ്റെ പേര് ഭയങ്കര സന്തോഷവും സ്നേഹവുമാണ് മേഘനോടിപ്പം. കരുണയ്ക്കും ദുർഗാമ്മയ്ക്കും പ്രതാപനും മുത്തശ്ശിക്കുമൊക്കെ സ്വർണ്ണ ചെയിൻ വരെ മേടിച്ചു കൊടുക്കാനുള്ള പ്ലാനിങ്ങിലാണ് അവർ. അതുകൊണ്ട് നല്ല പോലെ സ്നേഹത്തോടെ സ്വീകരിച്ച് അകത്തേക്ക് കയറ്റുന്നുണ്ട്. എന്നാലും മേഘേട്ടൻ പറഞ്ഞപ്പോൾ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല, എത്തവണത്തെ പോലെ പറഞ്ഞു പറ്റിക്കുമെന്നാണ് കരുതിയിരുന്നത്. എന്തായാലും പറഞ്ഞതുപോലെ കാര്യം നടപ്പാക്കി തന്നില്ലെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമായെന്ന് കരുണ പറയുന്ന സമയത്ത്, നമ്മളെ വേദനിപ്പിച്ചവരെല്ലാവരും അനുഭവിക്കണം. ഇനി ആ മഹാലക്ഷ്മി എന്ന് പറയുന്നവൾ ഒരു പടം പോലെ ഈ വീടിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒതുങ്ങിക്കൂടണം, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം കണ്ണനെ തീർക്കാനായിട്ട് ഇറക്കിയ അവന്മാരില്ലേ, അവന്മാരെ ഒന്നുകൂടി ഞാനങ്ങ് ഇറക്കും. അപ്പം ദുർഗാമ്മ പറയുന്നുണ്ട്, എന്തായാലും കണ്ണനോടൊപ്പം ആ മാർക്കോ എന്ന് പറയുന്നവനും കൂടി തീർന്നപ്പോൾ ശരിക്കും സന്തോഷമുണ്ട്, അല്ലെങ്കിൽ കണ്ണനെ കൊന്നതിൻ്റെ പ്രതികാരം വീട്ടാൻ അവൻ വന്ന് നമ്മളെയൊക്കെ തല്ലിക്കൊല്ലില്ലായിരുന്നോ എന്ന് പറയുമ്പോൾ, അത് മാത്രമാണോ അപ്പച്ചി, സാഗർ എന്ന് പറയുന്നവൻ ജീവൻ മരണ പോരാട്ടത്തിലാണെന്നാണ് പറയുന്നത്, ലോപ്പസാ പോലും അവന് കൂട്ടിരിക്കുന്നത്. അതൊക്കെ കേട്ട് സന്തോഷിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ മാർക്കോ പറയുന്നുണ്ട് കണ്ണനോട്, എന്തായാലും കണ്ണസാറ് മരിച്ചെന്ന് പറഞ്ഞ് സന്തോഷിച്ചിരിക്കുന്ന അവരുടെ മുമ്പിലേക്ക് കണ്ണസാറ് ജീവനോട് ചെല്ലുമ്പോൾ തന്നെ അവരുടെ സന്തോഷമൊക്കെ കുറയും. ആ സമയത്ത് കണ്ണസാറിന് നടക്കാനും കൂടി സാധിച്ചു എന്നറിയുമ്പോഴോ ഇരട്ടി സങ്കടമായിരിക്കും. അവരെ ഒന്ന് തകർക്കണം. സത്യങ്ങൾ തുറന്നു പറയാൻ സമയമായെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഇപ്പോൾ സാറിന് മുടന്തു പോലും ഇല്ല, ഞങ്ങളെപ്പോലെയൊക്കെ ഭംഗിയായിട്ട് നടക്കാൻ പറ്റും. അപ്പോൾ ശത്രുക്കൾ എന്ത് തന്നെ വിചാരിച്ചാലും സാറിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും പിടിച്ചു നിൽക്കാനുള്ള ആരോഗ്യമൊക്കെ ഇപ്പോൾ സാറിന് വന്ന സ്ഥിതിക്ക് അയ്യപ്പസ്വാമിയുടെ കൃപയോടെ സാറിന് യാതൊരു ആപത്തും പറ്റിയില്ല, നടക്കാൻ സാധിച്ചെന്നുള്ള കാര്യം ശത്രുക്കൾ എല്ലാവരും അറിയട്ടെ എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, ഞാനും അത് തന്നെ വിചാരിക്കുന്നത്. എൻ്റെ മരണം കാണാൻ ആഗ്രഹിച്ചവരുടെ മുമ്പിൽ എനിക്ക് നടന്നു ചെല്ലണം. അങ്ങനെ നമ്മുടെ കണ്ണനും മാർക്കോയും ലോപ്പസും സാഗറും എല്ലാവരും കൂടി തിരികെ കമലേശ്വരം വീട്ടിലേക്ക് വരുന്നുണ്ട്. അയ്യപ്പസ്വാമിയൊക്കെ കണ്ട് മനസ്സ് നിറഞ്ഞ് തൊഴുതതിന് ശേഷം അങ്ങനെ വന്ന് ബെല്ലടിക്കുന്ന സമയത്ത് കരുണയാണ് വന്ന് ഡോറ് തുറക്കുന്നത്. കാറിൽ ചാരി നിൽപ്പുണ്ട് നമ്മുടെ കണ്ണനും.
സാഗറും കൂടി ഡോറ് തുറക്കുന്ന കരുണ കണ്ണനെയും സാഗറിനെയും കാണുന്ന ആ നിമിഷം അറ്റാക്ക് വന്ന് വീണില്ലെങ്കിൽ കൊള്ളാം. അപ്പോൾ കരുണയുടെ റിയാക്ഷൻ എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. കണ്ണന് യാതൊരു ആപത്തും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല, ഇപ്പം തൻ്റെ ഭർത്താവിന് ഉണ്ടെന്ന് താനും തൻ്റെ വീട്ടുകാരും പൊങ്ങച്ചം നടത്തിയിരുന്ന സൗന്ദര്യവും ആ ഒരു നടക്കാനുള്ള ശേഷിയും കണ്ണനും വന്നിരിക്കുന്നു എന്നറിയുമ്പോൾ എല്ലാം കൊണ്ടും തൻ്റെ ജീവിതം ഒരു പരാജയമായെന്ന് തിരിച്ചറിഞ്ഞ കരുണ മഹാലക്ഷ്മിയുടെ കണ്ണീരാഗ്രഹിച്ചിട്ട് മഹാലക്ഷ്മിയുടെ സന്തോഷം കാണാനാകാതെ വീട് വിട്ടിറങ്ങിയില്ലെങ്കിൽ കൊള്ളാം. കാത്തിരിക്കാം.